ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. ഒരു ഭൂപടത്തിലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരിടത്തേക്ക്. പക്ഷേ ലോകത്തിന്റെ ഭാവനയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരിടം. നൂറുകണക്കിന് കപ്പലുകളും വിമാനങ്ങളും ഒരു തുമ്പുപോലുമില്ലാതെ അപ്രത്യക്ഷമായി എന്ന് പറയപ്പെടുന്ന ആ നിഗൂഢമായ സ്ഥലം. അതെ, ബർമുഡ ട്രയാങ്കിൾ. കഥ തുടങ്ങുന്നത് 1945 ഡിസംബർ 5-നാണ്. ഫ്ലോറിഡയുടെ തീരത്ത് നിന്ന് അമേരിക്കൻ നേവിയുടെ 5 ബോംബർ വിമാനങ്ങൾ ആകാശത്തേക്ക് പറന്നുയർന്നു. ഫ്ലൈറ്റ് 19 അതൊരു സാധാരണ പരിശീലന പറക്കൽ മാത്രമായിരുന്നു. വിമാനത്തിൽ പരിചയസമ്പന്നരായ 14 സൈനികർ. കാലാവസ്ഥയാണെങ്കിൽ വളരെ മികച്ചതും. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ സാധാരണ ദിവസം അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിൽ ഒന്നായി മാറാൻ പോവുകയായിരുന്നു. പറന്നുയർന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൺട്രോൾ റൂമിലേക്ക് സ്ക്വാഡ്രൻ ലീഡറുടെ പരിഭ്രാന്തമായ ഒരു സന്ദേശമെത്തി. ഞങ്ങളുടെ 2 കോമ്പസുകളും കേടായിരിക്കുന്നു. ഞങ്ങൾ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. എല്ലാം എന്തോ പോലെ വിചിത്രമായി തോന്നുന്നു. കടൽ പോലും സാധാരണ പോലെയല്ല. അതായിരുന്നു ഫ്ലൈറ്റ് 19-ൽ നിന്ന് ലോകം അവസാനമായി കേട്ട വാക്കുകൾ. ആ സന്ദേശത്തിനു ശേഷം 5 വിമാനങ്ങളും റഡാറിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ അപ്രത്യക്ഷമായി. പക്ഷേ ആ രാത്രിയിലെ ദുരൂഹത അവിടെ തീർന്നില്ല. അവരെ കണ്ടെത്താനായി 13 പേരടങ്ങുന്ന മറ്റൊരു രക്ഷാപ്രവർത്തക വിമാനം പറന്നുയർന്നു. എന്നാൽ അതും ആകാശത്തെവിടെയോ അപ്രത്യക്ഷമായി. ഒരു സന്ദേശം പോലും അയക്കാതെ. ഒന്ന് ഓർത്തു നോക്കൂ, ഒരൊറ്റ ദിവസം 6 വിമാനങ്ങൾ, 27 ജീവനുകൾ, ഒരു തുമ്പുപോലും ബാക്കി വെക്കാതെ അപ്രത്യക്ഷമായി. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിലായിരുന്നു പിന്നീട് നടന്നത്. പക്ഷേ മാസങ്ങൾക്ക് ശേഷവും ഫലം 0 ഒരു സ്ക്രൂ പോലും കണ്ടെത്താനായില്ല. അപ്പോ ഈ ഫ്ലൈറ്റ് 19ന്റെ തിരോധാനം ഒരൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. അതൊരു വലിയ ദുരൂഹതയുടെ ഒരു കണ്ണ് മാത്രമായിരുന്നു. നൂറ്റാണ്ടുകളായി നാവികരെ പേടിപ്പിച്ചിരുന്ന ആ കടൽ ഭാഗത്തിന് അതോടെ ഒരു പേര് വീണു: ബർമുഡ ട്രയാങ്കിൾ. ഈ നിഗൂഢതയുടെ വേരുകൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. നൂറ്റാണ്ടുകൾ പിന്നോട്ടു പോകണം. 1492-ൽ അതെ, ക്രിസ്റ്റഫർ കൊളംബസ് പോലും തന്റെ ഡയറി കുറിപ്പുകളിൽ ഈ പ്രദേശത്തെ വിചിത്രമായ കോമ്പസ് റീഡിംഗുകളെക്കുറിച്ചും ആകാശത്ത് കണ്ട അജ്ഞാതമായ വെളിച്ചത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷേ ആ കഥകളുടെ എല്ലാം തുടക്കം അവിടെ നിന്നായിരിക്കാം. ഇനി 1918-ലെ കാര്യം നോക്കാം. 309 ജീവനക്കാരുമായി യാത്ര തിരിച്ച USS സൈക്ലോപ്സ് എന്ന ഭീമൻ കപ്പിൾ ഇവിടെ വെച്ച് അപ്രത്യക്ഷമായി. ഒരു അപായ സന്ദേശം പോലും അയച്ചില്ല. US നേവിയുടെ ചരിത്രത്തിൽ യുദ്ധത്തിലല്ലാതെ ഇത്രയധികം ജീവനുകൾ നഷ്ടപ്പെട്ട മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല. ചിലപ്പോഴൊക്കെ കപ്പലുകൾ പിന്നീട് കണ്ടെത്താനായിട്ടുണ്ട്. പക്ഷേ പ്രേതക്കപ്പലുകളെപ്പോലെ കരോളെ ഡിയറിംഗ് എന്നൊരു കപ്പൽ കരയടിഞ്ഞപ്പോൾ അതിൽ പാചകം ചെയ്ത ഭക്ഷണം പോലും മേശപ്പുറത്തുണ്ടായിരുന്നു. പക്ഷേ ഒരാളുപോലും അതിലുണ്ടായിരുന്നില്ല. ആ ജീവനക്കാരെവിടെ പോയി? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ മാത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? ഭാവനകൾക്ക് ചിറകുമുളയ്ക്കും. ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ഇല്ലാതായപ്പോൾ ആളുകൾ അവിശ്വസനീയമായ കഥകൾ മെനഞ്ഞു തുടങ്ങി. ചിലർ വിശ്വസിച്ചത് കടലിനടിയിൽ ഒരു അന്യഗ്രഹജീവി താവളമുണ്ടെന്നായിരുന്നു. മറ്റു ചിലർ പറഞ്ഞത് ഭീമാകാരനായ ഒരു കടൽ ജീവിയാണ് ഇതിനെല്ലാം പിന്നിലെന്ന്. മറ്റൊരു ലോകത്തേക്കുള്ള ഒരു വാതിലാണ്, ഒരു പോർട്ടലാണ് ബർമുഡ ട്രയാങ്കിൾ എന്നും അപ്രത്യക്ഷമായവരെല്ലാം മറ്റൊരു കാലത്തിലോ പ്രപഞ്ചത്തിലോ ജീവിക്കുന്നുണ്ടാവാമെന്നും കഥകൾ പരന്നു. ഈ കഥകളെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ എന്താണ് ബർമുഡ ട്രയാങ്കിളിന്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യം? ശരി, നമുക്ക് കഥകളിൽ നിന്ന് മാറി ശാസ്ത്രീയമായ തെളിവുകളിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് ആ കോമ്പസുകളുടെ പ്രശ്നം പരിശോധിക്കാം. ഭൂമിക്ക് 2 വടക്ക് ദിശകളുണ്ട്. ഒന്ന് ഭൂമിയുടെ യഥാർത്ഥ ഉത്തരധ്രുവം, അതായത് ട്രൂ നോർത്ത്. രണ്ടാമത്തേത് കോമ്പസ് സൂചി ചൂണ്ടിക്കാണിക്കുന്ന കാന്തിക ഉത്തരധ്രുവം, അതായത് മാഗ്നറ്റിക് നോർത്ത്. ഇവ രണ്ടും ഒരേ സ്ഥലത്തല്ല. സാധാരണയായി നാവികർ ഈ വ്യത്യാസം കണക്കുകൂട്ടിയാണ് ദിശ നിർണ്ണയിക്കുന്നത്. പക്ഷേ ഭൂമിയിൽ വളരെ അപൂർവമായ ചില സ്ഥലങ്ങളുണ്ട്. അവിടെ ഈ 2 വടക്ക് ദിശകളും ഒരേ നേർരേഖയിൽ വരും. ഇതിനെയാണ് അഗോണിക് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായി ഒരു വ്യത്യാസം പ്രതീക്ഷിക്കുന്ന ഒരു നാവികൻ ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായും ആശയക്കുഴപ്പത്തിലാകും. കാരണം അയാളുടെ കോമ്പസ് തെറ്റായി ശരിയായ ദിശ കാണിക്കും. ഇത് വഴിതെറ്റാൻ ധാരാളം മതി, അല്ലേ? ഇനി ഇതാണ് ഏറ്റവും നിർണായകമായ വിവരം. കഴിഞ്ഞ 300 വർഷമായി ഈ അപൂർവമായ അഗോണിക് ലൈൻ കടന്നുപോകുന്നത് കൃത്യമായി ബർമുഡ ട്രയാങ്കിളിന് മുകളിലൂടെയാണ്. അപ്പോൾ കൊളംബസ് മുതൽ ഫ്ലൈറ്റ് 19 വരെയുള്ളവർ അനുഭവിച്ച ആ കോമ്പസിലെ ആശയക്കുഴപ്പത്തിന്റെ പ്രധാന കാരണം ഒരുപക്ഷെ ഇതുതന്നെയാവാം. എന്നാൽ കോമ്പസിലെ ഈ പ്രശ്നം മാത്രമല്ല ബർമുഡ ട്രയാങ്കിളിനെ അപകടകാരിയാക്കുന്നത്. പല സ്വാഭാവിക ഘടകങ്ങളുടെയും ഒരു പെർഫെക്റ്റ് സ്റ്റോമാണ് ഈ പ്രദേശം.
ഒന്നാമതായി, ഇത് ലോകത്തിലെ ഏറ്റവും തീവ്രമായ ചുഴലിക്കാറ്റ് പാതകളിലൊന്നാണ്. രണ്ടാമതായി, ഇവിടെ ഗൾഫ് സ്ട്രീം എന്ന അതിശക്തമായ ഒരു സമുദ്ര ജലപ്രവാഹമുണ്ട്. ഇതൊരു അപകടത്തിൽപ്പെട്ട കപ്പലിന്റെയോ വിമാനത്തിന്റെയോ അവശിഷ്ടങ്ങളെ അതിവേഗം ചിതറിച്ച് കിലോമീറ്ററുകൾ ദൂരെ എത്തിക്കും. അത് തിരച്ചിൽ അസാധ്യമാക്കും. അതിനെല്ലാം പുറമെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യോമ സമുദ്ര ഗതാഗത പാതകളിലൊന്നാണ്. കൂടുതൽ വാഹനങ്ങളുള്ള റോഡിൽ അപകടസാധ്യത കൂടുതലാണെന്ന് പറയുന്നത് പോലെ തന്നെ. ശരി, ഇത്രയധികം സ്വാഭാവിക കാരണങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അന്യഗ്രഹ ജീവികളെയും പ്രേതക്കപ്പലുകളെയും കുറിച്ച് സംസാരിക്കുന്നത്? അതിൻ്റെ ഉത്തരം നമ്മുടെ തലച്ചോറിനുള്ളിലാണ്. ഫ്രീക്വൻസി ഇല്യൂഷൻ എന്ന് വിളിക്കുന്ന ഒരു പ്രതിഭാസം. അതായത്, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായാൽ പിന്നീട് എല്ലായിടത്തും അത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ഒരു മാനസികാവസ്ഥ. ഇത് വളരെ ലളിതമാണ്. നിങ്ങളൊരു ചുവന്ന കാറ് വാങ്ങാൻ തീരുമാനിച്ചുവെന്ന് കരുതുക. പെട്ടെന്ന് റോഡിലെല്ലാം ചുവന്ന കാറുകൾ കാണുന്നതായി നിങ്ങൾക്ക് തോന്നും. കാറുകളുടെ എണ്ണം കൂടിയതുകൊണ്ടല്ല, നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോയതുകൊണ്ടാണ്. ഇത് തന്നെയാണ് ബെർമുഡ ട്രയാങ്കിളിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ആ പേര് കേട്ടതുകൊണ്ട് മാത്രം ആ ഭാഗത്ത് നടക്കുന്ന സ്വാഭാവിക അപകടങ്ങൾ പോലും ഒരു വലിയ നിഗൂഢതയുടെ ഭാഗമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ലോകത്തെ മറ്റു അപകടകരമായ കടൽ ഭാഗങ്ങളിൽ ഇതിലും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അവയ്ക്ക് ബെർമുഡ ട്രയാങ്കിൾ എന്നൊരു ബ്രാൻഡ് നെയിമില്ലെന്ന് മാത്രം. അപ്പോൾ ബെർമുഡ ട്രയാങ്കിൾ എന്നത് അന്യഗ്രഹജീവികളോ നിഗൂഢ ശക്തികളോ സൃഷ്ടിച്ച ഒന്നല്ല, മറിച്ച് ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, പിന്നെ മനുഷ്യന്റെ മനഃശാസ്ത്രം എന്നിവയെല്ലാം ചേർന്നൊരുക്കിയ ഒരു മിഥ്യയാണ്. ശാസ്ത്രം ഈ രഹസ്യത്തിന്റെ ചുരുളഴിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയാണ്. വിശദീകരണങ്ങൾ എത്ര വ്യക്തമായാലും അജ്ഞാതമായതിനോടുള്ള നമ്മുടെ ആകർഷണം എപ്പോഴെങ്കിലും അവസാനിക്കുമോ? ഒരുപക്ഷേ ബെർമുഡ ട്രയാങ്കിളിന്റെ യഥാർത്ഥ രഹസ്യം കടലിലല്ല, നമ്മുടെയെല്ലാം മനസ്സുകളിലായിരിക്കാം. ഈ വിവരണം ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.